ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മളിന്ന് ഒരു ഓട്ടം പോകാൻ തുടങ്ങണേ. ഒരു പിക്കപ്പുമായിട്ട്. എൻ്റെ വണ്ടിയല്ല, കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. കൂട്ടുകാരുടെ ഒരു കോൺടാക്റ്റാണേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു. ഒരു 5 മണിയാകുമ്പോഴാണ് പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ വണ്ടിയുള്ള സ്ഥലത്തെത്തി. വണ്ടി ഇവിടെ ലോഡും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. ഒറ്റയ്ക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നല്ല ബാറ്ററി കണ്ടീഷനുള്ള വണ്ടിയാണ്. അപ്പം നേരെ അവിടെ നിന്ന് എൻ്റെ ടൗണെത്തി. ഇതാണ് ഞാൻ വണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ടൗണേ, കൊല്ലപ്പള്ളി. രാത്രി ഞങ്ങൾ കാണത്തില്ല. നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണേത്. അന്തിനാട് ശിവക്ഷേത്രം, ശിവ പാർവതി ദേവിയുടെ ക്ഷേത്രമാണ്. അവിടെ നേരെ പെട്രോൾ പമ്പ് എത്തിയേ. ഡീസൽ തീരെ കുറവായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഡീസൽ അടിച്ചിട്ട് പോയേക്കെന്ന് ഓർത്തു. അവിടെ ചെന്നപ്പം 24 hours പമ്പാണ്. രാത്രി ഉറങ്ങാതെ ജോലി ചെയ്യുന്നൊരു ചെറിയൊരു ചെറുപ്പക്കാരനാണ് കണ്ടത്. കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം. അപ്പോൾ 2000 രൂപയ്ക്കുള്ള പെട്രോൾ അടിച്ചു. നേരെ പാലാ ടൗൺ എത്തിയേ. ഇതാണ് ഞങ്ങൾ പാലാ ടൗൺ. അവിടെ നേരെ പല വെളുത്തപ്പോൾ തന്നെ മണക്കാടായി. മണക്കാട് പള്ളിയാണ് കാണുന്നത്. കേരളത്തിൽ പ്രശസ്തമായ ഒരു പള്ളിയാണ് മണക്കാട് പള്ളി. അവിടെ തിരുനാളാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കരമായ തിരക്കും ബ്ലോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുന്ന് ഞാനിപ്പം ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ സൈൻ ബോർഡൊക്കെ കണ്ടു. പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, തിരുവല്ല ആ റൂട്ടാണ് പോകേണ്ടത്. തിരുവല്ല കൂടിയാണ് പോകുന്നത്. അപ്പം കുറേയൊക്കെ ഗൂഗിൾ മാപ്പും പിന്നെ വഴിയിൽ നമുക്ക് ഓട്ടോക്കാരൻ ചേട്ടന്മാരുണ്ടല്ലോ. നമ്മുടെ പഴയ ഗൂഗിളൊക്കെ ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ നമുക്ക് ആശ്രയമായിരുന്ന ഓട്ടോക്കാരൻ ചേട്ടന്മാരാണ്. 38 കിലോമീറ്ററും കൂടി നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ റൂട്ടിലൊക്കെ ആളുകൾക്ക് വന്നു തുടങ്ങി. എന്താ അവിടെയുള്ള റെയിൽവേ ഗേറ്റാണ്. റെയിൽവേ ഗേറ്റൊക്കെ ഞങ്ങൾക്ക് കോട്ടയം ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഒരു ആശ്ചര്യമാണ് ഇതിലേക്കൊക്കെ പോകുമ്പോഴേ. അവിടുന്ന് നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ തിരുവല്ല എത്താറാകും തന്നെ നല്ലൊരു ചതുപ്പ് നിറഞ്ഞ പ്രദേശം കണ്ടേ. ഇതുവരെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ നല്ലൊരു കുളിർമയാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരുവല്ല ടൗണാണ് കാണുന്നത്. തിരുവല്ല ടൗണൊക്കെ രാവിലെ സജീവമായിരിക്കുകയാണ്. KSRTC നമ്മുടെ സ്റ്റാൻഡ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവല്ല ടൗണൊക്കെ അത്യാവശ്യം വലിയ ടൗണാണ്. നല്ല ഭംഗിയായിട്ടാണ് ഈ തിരുവല്ല ടൗണിൻ്റെ ഡിവൈഡറുകളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. നല്ല ചെടികളായിട്ടും പിന്നെ ഗാന്ധിജിയുടെ പ്രതിമ അവിടെ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റോഡുകളും നല്ല യാത്രാ സുഖമാണ് ഇതിലേക്ക് പോകുമ്പോൾ. നമുക്ക് മടുപ്പില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വരുവാണെങ്കിൽ വെയിൽ കുറഞ്ഞേ. അപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു തട്ടുകട കണ്ടു. ചെറിയ തട്ടുകട കയറുമ്പോൾ നല്ല രുചിയായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാമല്ലോ. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ ചേച്ചിയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് ലോട്ടറി വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു. നല്ല ചൂട് ഇഡ്ഡലി, ചട്നി, മുളക് ഇതൊക്കെ വന്നേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പിക്കപ്പിലോട്ട് തിരിച്ച് കയറി. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സൈറ്റിൽ എത്തേണ്ടതുണ്ട്. 8 പണിക്കാർ വരുന്നത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ പട്ടി മാത്രമേ അവിടെ ഫ്രണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. പണിക്കാരൊന്നും വന്നില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് പണിക്കാർ വന്നു. പെട്ടെന്ന് തന്നെ സാധനം ചടിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ അപ്പോൾ അവർ നേരെ വീട്ടിലോട്ടൊക്കെ തിരിച്ചെത്തിയാൽ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഓട്ടം വന്നു. എൻ്റെ വണ്ടിക്ക് കുറച്ച് മെറ്റൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൊച്ചു എൻ്റെ കൂടെ പോരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൂടി കാറിൽ കയറ്റി എൻ്റെ വണ്ടി കൊല്ലപ്പള്ളി പാർക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ് എൻ്റെ ടൗണിൽ. അവിടെ പാർക്കിങ്ങിൽ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കസ്റ്റഡിയിലോട്ട് പോയി. കസ്റ്റഡിയിൽ ചെന്നു. അവിടുന്ന് മെറ്റൽ എടുക്കാനാണ് ഓർഡർ ചെയ്തത്. 6 മണിയാകുമ്പോഴത്തേക്ക് മെറ്റലായിട്ട് വന്നേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 5:30 തന്നെ അവിടെ ചെന്നു. അവിടുത്തെ ജോലിക്കാരൻ ബായിയാണ്. അപ്പോൾ അവരവിടെ മെറ്റലേക്ക് ഭയങ്കര പൊടിയായിരുന്നു അവിടെ. അപ്പോൾ കൊച്ചിനെ അങ്ങോട്ട് മാറ്റി നേരെ ആ മെറ്റലായിട്ട് തിരിച്ചു ആ സൈറ്റിൽ വന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ജോലി ചെയ്ത ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് ഇതുകൊണ്ട് ചാടിക്കേണ്ടത്. എൻ്റെ വീട് പണിത പുള്ളിയാണ്. അവിടുന്ന് അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ പോപ്പി അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ അതിൽ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടേ. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ വീട്ടിലെടുക്കുന്നത് വൈഫ് കണ്ടില്ലേ. അതുകൊണ്ടാണ് നോക്കാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ.